പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നു. മക്കൾക്കറിയാം, അറിവാണ് നമുക്ക് അനുഭവം നൽകുന്നത്. അനുഭവം നമ്മൾക്ക് ബോധ്യങ്ങൾ നൽകും. ബോധ്യമാണ് നമ്മൾക്ക് സാക്ഷ്യം നൽകുന്നത്. സാക്ഷ്യം, വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. സാക്ഷ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. സന്തോഷത്തിൻ്റെ നീണ്ട നീണ്ട രൂപങ്ങളെ നമ്മൾ സ്വർഗം എന്ന് പറയും. സ്വർഗം തുടങ്ങുന്നത് അറിവിലാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീയെ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. 17:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകസത്യദൈവമായ നിന്നെയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. ശ്രുതികട്ടെ. Hosanna, hallelujah, Hosanna, hallelujah, Hosanna, hallelujah. ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ ഒരു ജ്ഞാനമാർഗമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഒരു ജ്ഞാനമാർഗമാണ്. ജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. എന്താ പരിശുദ്ധ അമ്മ നമുക്ക് നൽകണ ജ്ഞാനം എന്താണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, യേശു ക്രിസ്തു എല്ലാമാണ്. ഏറ്റു പറഞ്ഞേ, യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കൊളോസ്യസ് 3:11 ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷം നൽകുന്ന ഏറ്റവും ബെസ്റ്റ് വിസ്ഡം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ജ്ഞാനമെന്ന് പറയുന്നത് ജീസസ് ഈസ് സോ. അത് പൗലോസിൻ്റെ അനുഭവങ്ങളാണ്. കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എല്ലാമാണ് എന്ന് പറഞ്ഞേ. ക്രിസ്തു എല്ലാമാണ്. നിങ്ങളത് പറയുമ്പോൾ ഭയങ്കര ഭവ്യതയോടെ പറയണം. എന്താ കാര്യം എന്നറിയോ? നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറുന്ന ഒരു വിഷയമാണത്. ക്രിസ്തു എല്ലാമാണ്. ഈ ക്രിസ്തു, അതായത് ക്രിസ്തു എല്ലാമാണ് എന്നുള്ള ഒരു ആധ്യാത്മികമായ അനുഭവം ഇപ്പോഴേ ഈശോ മുട്ടുകുത്തുമ്പോൾ എന്താണ് പറയണത്? 14:36 മർക്കോസിൻ്റെ സുവിശേഷം. ലാസ്റ്റ് ഈശോ മുട്ടുകുത്തത്തില്ലേ പിതാവിൻ്റെ മുമ്പിൽ. 14:36 പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്.
ഈ എല്ലാം സാധ്യമായ പിതാവുമായിട്ട് ഈശോയ്ക്ക് സത്താപരമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതാണ് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അനന്ത സാധ്യത ആണ് പുത്രനിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുന്ന വചനങ്ങളെ ഒരു വളരെ രസകരമായിരുന്നു കൊണ്ട് ഹൃദ്യമായി ദൈവസ്നേഹത്തോടെ ധ്യാനിക്കണം. അപ്പോഴും നിങ്ങളത് അനുഭവമായി. അമ്മ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി. എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത്? കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി, അത് കടുകട്ടിയ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, ആലോചിക്കും. അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത, അമ്മ അപ്പായെ സ്നേഹിക്കുന്നുണ്ട്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കണത്, അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നുന്നത് സ്നേഹത്തിലൂടെയാണ്. അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി. ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ ദൈവവചനത്തെ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് വചനത്തെ ഹൃദിസ്ഥമാക്കാൻ സംഗ്രഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:51 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ലൂക്ക 2:51 ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ആണ് ഈശോ ചോദിക്കണത്. അപ്പം അതിന് വചനം നൽകുന്ന ഭാഷ്യം, മറിയം ആ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പം അച്ഛനിലൂടെ ഈശോ പറയണത് എന്താ? അങ്ങനെ ഒരു കേവലമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഗ്രഹമല്ല അമ്മ നടത്തിയത്. അമ്മ ഒരു വചനത്തെ, മനസ്സിലാകുന്ന വചനത്തെയും മനസ്സിലാകാത്ത വചനത്തെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നാ. നമ്മളും ആദ്യം വചനത്തോട് കൈവരിക്കേണ്ട ഒരു ജ്ഞാനമാർഗം, മരിയൻ മാർഗമെന്ന് പറയണത്, എന്ത് വചനമായാലും അത് നടപ്പിൽ വരുത്തുന്നതായാലും ശരി, നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളായാലും ശരി, വചനത്തെ സ്നേഹത്തോടെ മാത്രമേ, നമുക്കറിയാമല്ലോ, ഒരു മുട്ട അതിൻ്റെ പുറത്ത് തള്ളക്കോഴി 21 ദിവസം ഇരിക്കുമ്പോഴാണ് അത് വിരിയണത് ചൂട് കൊണ്ട്. വചനമെല്ലാം ഒരു മുട്ട പോലെയാണ്. എല്ലാ മുട്ടയും ഒന്നും ഈ 21 ദിവസം കൊണ്ട് വിരിയത്തില്ല. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏതാണ്ട് 10-60 ദിവസം. ഇപ്പം ആമ മുട്ട കടലിൽ നിന്ന് ആമ കയറി വരത്തില്ലേ, ഇല്ലേ? കോഴിക്കോടൊക്കെ ആമ കയറി വരും. ആമ കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് കടലായി സ്ഥലങ്ങളിലെല്ലാം ഈ ആമ കയറി വരുമ്പോൾ ആമ മുട്ടയിട്ടിട്ട് രാത്രി തിരിച്ചു പോകും.
ഒരു വലിയ കുഴിയെടുത്ത് രണ്ടടി ആഴമുള്ള കുഴിയെടുത്തിട്ട് ആമ കുറേ മുട്ട അതിൻ്റെ അകത്തിടും. ഇങ്ങനെ ബൾബൊക്കെ നമ്മളിങ്ങനെ റബ്ബർ പോലെ വെള്ള നല്ല തുവെള്ള മുട്ട ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പിൻകാല് കൊണ്ട് അത് മണ്ണ് എല്ലാം കൂട്ടി മൂടിക്കളഞ്ഞിട്ട് ആമ സ്വന്തം നെഞ്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് കുളവിപ്പാലം ആ പ്രദേശത്താണ് ആമ വരണത്. അപ്പോൾ അത് അടിച്ച് പൂത്തി ഇട്ട് ആമ പോകും. എത്ര വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഇത് ആമ മുട്ട ഇടണത്. പക്ഷെ വെയിൽ ഡയറക്റ്റ് കൊള്ളത്തില്ല. പക്ഷെ ആ മണ്ണിൻ്റെ പുറത്ത് വീഴുന്ന വെയിൽ അതിൻ്റെ ചൂടേറ്റിട്ട് 60 ദിവസം എടുക്കും ഇത് മുട്ട പിരിഞ്ഞു വരാൻ വേണ്ടി. നമ്മുടെ കോഴിക്കുഞ്ഞിന് 20 മുട്ട വിരിയാൻ വേണ്ടി 20-21 ദിവസം മതി. പക്ഷേ ലോകത്തുള്ള എല്ലാ മുട്ടയും അങ്ങനെയല്ല, ചിലതിന് 60 ദിവസം എടുക്കാറുണ്ട്. ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ സമയമെടുക്കും. വചനവും അങ്ങനെയാണ്, പലതരം മുട്ടകളാണ്. ചിലത് 20 ദിവസം കൊണ്ട് 21 ദിവസത്തെ ചൂടും സ്നേഹവും കൊടുക്കുമ്പോൾ അത് വിരിഞ്ഞു വരും. ചിലതിന് 60 ദിവസത്തെ ചൂട് കൊടുത്താലേ അത് വിരിഞ്ഞു വരത്തുള്ളൂ. എന്നുവെച്ചാൽ ചില വചനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ദൈവസ്നേഹം വേണമെന്നർത്ഥം. മനസ്സിലായോ? ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ, നടപ്പിലാക്കാൻ, അതിൻ്റെ ശക്തി എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ദിവസത്തെ. അപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അത് നിറവേറുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്നാ പറഞ്ഞത്? ലുക്ക 1:45 എന്നാ പറഞ്ഞത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ എന്ന് പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇപ്പൊ വിശ്വസിക്കുമ്പോൾ ഓർക്കുക, ടെക്നിക്കൽ ഫെയ്ത്ത് അല്ലത്. അതായത് ഫെയ്ത്ത് ബേസ്ഡ് അപ്പോൺ ലവ് ഓഫ് ഗോഡ്. അതാണ്. വെറുതെ വിശ്വാസം ഉണ്ടായാൽ പോരാ. എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? ഈ മുട്ട വിരിയിക്കാൻ, വചനം വിരിയിക്കാൻ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് ഗലാത്യർ നമ്മളെ വായിക്കണത് 5:4 സ്നേഹത്താൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. എൻ്റെ പേര് നിഷ സത്യദാസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഇടവകാംഗമാണ്. ഞാൻ ഇപ്പോൾ പ്രസൻ്റിലി എറണാകുളത്താണ് താമസിക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് സെൻട്രൽ പോലീസിൽ SI ആയിട്ട് ജോലി എടുക്കുന്നതുകൊണ്ട് ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നതുകൊണ്ട് സ്വദേശത്തൊരിക്കലും താമസിക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മകനും മകളും ഞങ്ങളുടെ ഒപ്പം തന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഞാൻ 2022 ഏപ്രിൽ 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി 2022 എടുത്തതെങ്കിൽ കൂടെ എനിക്ക് ആദ്യമായി നടന്ന അത്ഭുതം 2022 അമ്മ മാതാവിൻ്റെയും ഈശോ തിരുക്കുമാരൻ്റെയും വലിയ അത്ഭുതം വഴി എനിക്ക് 2021 വലിയൊരു അത്ഭുതം നടന്നു. കാരണം എൻ്റെ ഭർത്താവ് ഒറീസയിൽ അന്നേരം ജോലിയിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലോട്ട് പോരണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പോസ്റ്റിംഗ് വന്നപ്പോൾ. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഭർത്താവിന് കൽക്കട്ടയിലേക്ക് പോസ്റ്റിംഗ് വരികയും ഞങ്ങൾ വളരെ വിഷമസ്ഥിതിയിലായി. കാരണം എൻ്റെ കുട്ടികൾക്ക് മലയാളം അറിയത്തില്ല, അവർക്ക് കേരളത്തിൽ കൊണ്ടുവന്നാൽ പഠിക്കാൻ സാധിക്കുകയുമില്ല. ആ അവസരത്തിൽ എന്നോട് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ഒരു കൃപാസനത്തിൽ ഒരു ജോസഫച്ചൻ നയിക്കുന്ന ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമുണ്ട്, ആ ധ്യാനത്തിൽ യൂട്യൂബിൽ കൂടെ കേൾക്കുക, നേരിട്ട് വന്ന് കേൾക്കാൻ സാധിക്കുകയില്ല.
എങ്കിലും യൂട്യൂബിൽ കൂടി കേൾക്കുക, രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായങ്കാല പ്രാർത്ഥനയിലും പങ്കുകൊള്ളാമെന്ന് പറഞ്ഞു. അതുവഴി ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെ 1 മാസം പിന്നിട്ടു. പക്ഷേ എൻ്റെ ഭർത്താവിന് കൊൽക്കട്ടയിൽ നിന്നുള്ള മാറ്റം തിരിച്ചു കിട്ടിയില്ല. ഞാൻ 9 ദിവസം തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരവും കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും സായന്താന പ്രാർത്ഥനയും ചെല്ലിയത് വഴി 9-ാം ദിവസം അത്ഭുതകരമായി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിന് ചെന്നൈയിലോട്ട് മാറ്റം കിട്ടി. ചെന്നൈയിലോട്ട് വരണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. കാരണം അത് ചെന്നൈയിൽ ട്രെയിനിങ് അക്കാദമിയിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി എടുക്കണമെന്നായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം. അങ്ങനെ വളരെ വലിയ ഒരു അത്ഭുതം മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ചെന്നൈയിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. മോൻ 10ാം ക്ലാസ്സിൽ വലിയ നല്ല സ്കൂൾ ടോപ്പറായിട്ടൊക്കെ മാർക്ക് നേടി വിജയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഞങ്ങൾ ലീവിന് വന്നപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. അതിനായി ഞങ്ങളൊരു സ്ഥലം മേടിച്ചു. അങ്ങനെ വീട് വെക്കുമ്പോൾ നമുക്കറിയാം ആദ്യമായിട്ടൊരു കിണർ വേണമല്ലേ. അപ്പോൾ കിണർ കുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൾക്കാരെ വിളിച്ചു. കിണർ കുത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് വെള്ളത്തിന് പകരം അടിയിൽ പാറയായിരുന്നു, കരിമ്പാറകളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിഷമിച്ചു. ഞങ്ങൾ ഒരുപാട് ആൾക്കാരെയൊക്കെ ആശാരിമാരെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അടുത്തൊരു സ്ഥലത്ത് കൂടെ കിണർ കുത്തി നോക്കാം. അങ്ങനെ ആ കിണർ മൂടി 2ാമതൊരു സ്ഥലത്ത് ഞങ്ങൾ കിണർ കുത്തി. നിർഭാഗ്യവശാൽ അവിടെ അതിനെ കഴിഞ്ഞും ഭയങ്കരമായ പാറക്കെട്ടുകളാണ് ഉണ്ടായത്. ആ ദിവസം, അന്നത്തെ പാറ കണ്ട ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, കൃപാസനം അമ്മയുടെ വകയായിട്ട് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കഴിഞ്ഞ വർഷം ഉണ്ടായി. പക്ഷെ നിങ്ങൾ വന്ന് അതിന് നന്ദി പറയുകയോ വന്ന് ഉടമ്പടി എടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് എത്തണമെന്ന് മാതാവിൻ്റെ ഒരു നിയോഗമാണെന്ന്. ആ രാത്രിയിൽ തന്നെ ഞങ്ങൾ വളരെ വിഷമസ്ഥിതിയിലായിരുന്നു. 2 കിണർ കുത്തി പാറ കണ്ട അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകും. എങ്കിലും ഞങ്ങൾ രാത്രി തന്നെ അവിടുന്ന് പുറപ്പെട്ടു. രാവിലെ ഇവിടെ എത്തി. ഞാൻ ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. അന്നും ക്യൂവിൽ നിന്ന് ഉടമ്പടി എടുത്തു, ക്ഷമയോടെ നിന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി 3-ാം ദിവസം ഞങ്ങൾ മറ്റൊരു കിണർ കുത്തി വെള്ളം കണ്ടു എന്നത് വളരെ വലിയ അത്ഭുതകരമായൊരു അമ്മയുടെ ഇടപെടലാണ്. കാരണം 2 കിണർ കുത്തി കരിമ്പാറ കണ്ട ഒരു സ്ഥലത്താണ് 3ാമതൊരു കിണർ കുത്തി ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ചെന്നൈയിലെത്തി. വീടൊന്നും വെച്ചില്ല. ചെന്നൈയിലെത്തി. മോന് +2 പഠിക്കുകയായിരുന്നു. അപ്പം അവൻ 10ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്ക് ലഭിച്ചു. +1 വളരെ നല്ല മാർക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവൻ +2 ഉന്നത വിജയം കരസ്ഥമാക്കുമെന്ന്. അങ്ങനെ അവൻ്റെ റിസൾട്ട് വന്നു. +2 എക്സാമിന് ശേഷം ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയെ തകിടം മറിച്ച് അവന് മാത്സിന്, അവന് ഏറ്റവും എളുപ്പമുള്ള വിഷയത്തിന് അവന് വളരെ കുറഞ്ഞ മാർക്ക് ലഭിക്കുകയും അത് മുഖേന അവൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാകുകയും ചെയ്തു. അവൻ വളരെ വിഷമത്തിലായി. സ്കൂളിലെ ടീച്ചേഴ്സും ഞങ്ങളൊക്കെ വളരെയധികം വിഷമത്തിലായി. ഇവൻ പറഞ്ഞു, ഇനി ഞാൻ പഠിക്കുകയില്ല, ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സമയത്തെന്ന് ഇവനും പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു, വിഷമിക്കേണ്ട മോനെ, നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. അവന് +2 കഴിഞ്ഞ് ഒരു കോളേജിൽ ചേർക്കുന്നതിന് പകരം ഞങ്ങളൊരു എൻട്രൻസ് കോച്ചിന് വിട്ടു. അവനൊരു എൻജിനീയർ ആകണമെന്നായിരുന്നു അവൻ്റെ വലിയ ആഗ്രഹം. അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് കോഴിക്കോട് ചേർത്ത് ഞങ്ങൾ തിരിച്ച് ചെന്നൈയിൽ പോയി. അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ആ എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ അത്ഭുതകരമായി എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടുകയും വീണ്ടും ഞങ്ങൾ അവനെയും കൊണ്ട് ഈ കൃപാസനത്തിൽ വരികയും അച്ഛൻ അവൻ്റെ ഹോൾ ടിക്കറ്റ് ആൾത്താരിൽ കയറി അച്ഛൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയും ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അവനൊരു കാശുരൂപം വെഞ്ചരിച്ചു കൊടുത്തു. അവന് വിശ്വാസത്തോടെ ആ കാശുരൂപവും കഴുത്തിൽ തൂക്കി എക്സാം എഴുതാൻ പോയി, വെഞ്ചരിച്ച ഹോൾ ടിക്കറ്റുമായിട്ട്. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ എഴുതിയ എല്ലാ എക്സാമിനേഷനും അവൻ ക്വാളിഫൈ ആയി. അവന് കേരള എഞ്ചിനീയറിംഗ് ടെസ്റ്റുകൾ എത്രയൊക്കെ അവൻ എഴുതിയോ എല്ലാത്തിലും അവൻ വിജയിച്ചു. കേന്ദ്രത്തിൻ്റെ CUET എന്ന് പറഞ്ഞ എക്സാമിൽ വിജയിച്ചു. കുസാറ്റിൻ്റെ എക്സാമിൽ അവൻ വിജയിച്ചു. അങ്ങനെ ഗവൺമെൻറ് സീറ്റുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു അവന് കിട്ടിയത്. അവന് +2 മാർക്ക് കുറഞ്ഞത് അവന് ഇത്രയും വലിയൊരു ഉയർച്ച തരാൻ വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത് മാത്രമല്ല, അവന് ഇംപ്രൂവ്മെൻ്റ് എക്സാം ആ വർഷം എഴുതുകയും അവന് 92% മാർക്ക്, അവന് 80% നിന്നും മാതാവ് അവന്
92% മാർക്ക് കൊടുത്ത് അവന് വളരെ ഉയർന്ന വിജയം കൊടുത്തു. അവന് ഈ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നുവെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മാതാവേ, ഒരുപാട് നന്ദി. അതിനുശേഷം എൻ്റെ മോൾക്ക് ഇപ്പോൾ 12 വയസ്സായി. ഞങ്ങൾ 10 വയസ്സ് മുതൽ ആദ്യ കുർബാന അവൾക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ ഭർത്താവിന് പോസ്റ്റിംഗ് കൊണ്ടും ലീവിൻ്റെ സാഹചര്യങ്ങൾ ഒത്തുവരാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ആ അവസരത്തിലാണ് ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, കിണർ കുത്തിയുള്ളൂ, ഞങ്ങൾക്ക് വീട് ലഭിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ അവിടെ ഒരു വീടിൻ്റെ പണി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തരുമോ ഫ്ലാറ്റ് പണിയാൻ? ഞാൻ പണിയുന്ന വീട് നിങ്ങൾക്ക് തരാമെന്ന്. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് പോണക്ക് തന്നെ ഒരു വീട്, പണിയെല്ലാം തീർന്നു, അകത്തെ പണി മാത്രമേ ചെയ്തിട്ടില്ലായിരുന്നുള്ളൂ. കൃപാസന മാതാവിൻ്റെ അതേ നിറമുള്ള നീലയും വെള്ളയുമുള്ള ഒരു മനോഹരമായ വീട് ഞങ്ങൾക്കായി അവിടെ പണിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വേഗം തന്നെ ആ വീട് മേടിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോയി. അതിനുശേഷം ഈ വർഷം ഞങ്ങൾക്ക് എറണാകുളത്തിന് എൻ്റെ ഹസ്ബൻഡിന് പോസ്റ്റിംഗ് കിട്ടി. അവിടെ വന്നതിന് ശേഷം ഈ വർഷം ഞങ്ങൾ എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു അപ്പോൾ മോടെ ആദ്യ കുർബാന. അവിടെ ചെന്ന് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ നാട്ടിൽ താമരശ്ശേരിയിൽ പോവുകയും പുള്ളിയുടെ പേര് രജിസ്റ്റർ ആദ്യ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ അവൾക്ക് ആദ്യ കുർബാന കൊടുക്കാൻ സാധിച്ചു. അത് വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് താമരശ്ശേരി ആദ്യമായിട്ട് ഞങ്ങൾ ചെല്ലുന്ന ഇടവകയാണ്. ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. 15 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിന് പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. എങ്കിലും ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ, ലീവിന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ അച്ഛനും അവിടെയുള്ള കൈക്കാരുമായിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് ഹാള് ബുക്ക് ചെയ്യാനും പള്ളി അലങ്കരിക്കാനും അതുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങൾക്കും ഞങ്ങൾക്ക് മുന്നേ മാതാവ് ആൾക്കാരെ അയച്ചു. ഇവളുടെ ഫങ്ഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ വേറൊരു വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബേക്കറായിരുന്നു. എനിക്ക് കേക്കിൻ്റെ വലിയ ബേക്കിംഗ് കട തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. ആ അവസരത്തിൽ ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു ആഡ് കണ്ടു, ഒരു TTC കോഴ്സിൻ്റെ. ഞാൻ അതിൻ്റെ പ്രകാരം ഞാൻ ആഡിനൊരു മെസ്സേജ് തിരിച്ചയക്കുകയും അത്ഭുതകരമെന്ന് പറയട്ടെ, എനിക്ക് ആ TTC കോഴ്സിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. ഞാൻ 15 വർഷം മുമ്പ് എൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചതാണ്. വീണ്ടും ഒരിക്കലും ഞാൻ വിദ്യാഭ്യാസത്തിലോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ച ആളല്ല. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീണ്ടും പഠനത്തിലോട്ട് തിരിച്ചു വരാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ മാർച്ചിൽ എക്സാം എഴുതി. അതിനെനിക്ക് ഓൾ കേരള TTCയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച് എന്നെ മാതാവ് അത്രത്തോളം ഉയർത്തി. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ HOD ആയിട്ട് ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ട്യൂട്ടറായിട്ട് ഇപ്പോൾ ജോലി ലഭിച്ചു. ഇതൊക്കെ ഞാൻ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിക്കുക പോലും ചെയ്യാത്ത അനുഭവങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മാതാവേ നന്ദി, യേശുവേ നന്ദി. പിന്നെ നേർച്ച വസ്തുക്കൾ പുരട്ടിയിട്ടാണ് എൻ്റെ മക്കൾ എന്നും സ്കൂളിൽ പോകാറുള്ളത്. അവർക്ക് ഉയർച്ചയല്ലാണ്ട് ഒരിക്കലും ഒരു നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കോട്ടേഴ്സിലാന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പേപ്പറൊക്കെ ഓരോ വീടുകളിൽ കയറി മാതാവിന് എനിക്ക് തന്ന അത്ഭുതം പറഞ്ഞ് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും, അക്രൈസ്തവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും വളരെയധികം വീടില്ലാത്തവർക്ക് വീട് കിട്ടുകയും ഒക്കെ പറഞ്ഞെന്ന് പറയുന്ന അവരുടെ അത്ഭുതം കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ചാരിതാർത്ഥ്യമുണ്ട്. മാതാവിന് കോടാനുകോടി നന്ദി, ഈശോയ്ക്ക് നന്ദി. എന്നെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നുള്ളൂ. കാരണം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നയാളായിരുന്നു. പക്ഷേ എനിക്കിവിടെ കയറി സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹമാണ് ഇന്ന് എനിക്ക് മാതാവ് തന്നത്. ഇതിൽ പരം ഒരു സന്തോഷവും ഒരു അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ലഭിക്കാനില്ല. മാതാവിന് 1000 നന്ദി, ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, മാതാവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അവിടെ അനാഥാശ്രമത്തിൽ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പൈസ ചോദിച്ച് വരുന്നവർക്കൊക്കെ എനിക്ക് അല്പമെങ്കിലും പൈസ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്തു മാതാവ്. പിന്നെ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് കുർബാന പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞങ്ങൾക്ക് അവിടെ എങ്കിലും ഞാൻ പരമാവധി ആഴ്ചകളിൽ പറ്റുന്ന സമയത്തൊക്കെ കുർബാനകളിലൊക്കെ പങ്കാളിത്തം ഉണ്ട്. ബൈബിൾ
വായന അരമണിക്കൂറെന്ന് അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ആ അരമണിക്കൂർ ഒരിക്കലും മുടക്കിയിട്ടില്ല. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയും ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു പെരുമഴയാണ് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഇന്നോളം ഈ മിനിറ്റിലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യേശുവെ നന്ദി, യേശുവെ നന്ദി. മാതാവേ, എനിക്ക് പ്ലസ് ടുവിലൊന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ബേസിസിലാണ് നമുക്ക് കോളേജിലൊക്കെ എൻട്രൻസ് കിട്ടുന്നത്. അപ്പം എൻ്റെ മാത്സിൽ മാർക്ക് നല്ലോണം കുറഞ്ഞ കാരണം എനിക്ക് എൻജിനീയറിങ് കോളേജസിലൊന്നും വിചാരിച്ച എൻജിനീയറിങ് കോളേജസിലൊന്നും സീറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പറാണ് കൃപാസനത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നെ റിപ്പീറ്റിൽ ചേർക്കുകയും എനിക്ക് കുറേ കോളേജസിൽ എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് അനുഗ്രഹം കിട്ടിയത്. എല്ലാ എക്സാമിനും എഴുതുന്നതിന് മുമ്പ് മാതാവിൻ്റെ എണ്ണ നെറ്റിയിൽ പഴുത്തുമായിരുന്നു, പിന്നെ കാശ് രൂപം കൊണ്ടായിരുന്നു. അതാണ് എൻ്റെ സ്വന്തം കഴിവും കൊണ്ടല്ല, മാതാവ് എനിക്ക് തന്നതാണ് എൻ്റെ ഈ റിസൾട്ടൊക്കെ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്.